തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നു. അയാൾ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ അവസരത്തിലാണ് പോസ്റ്റ്. ഈ IAS ഉദ്യോഗസ്ഥ കേരളത്തിലെ മുൻ കോൺഗ്രസ് MLA ആയിരുന്ന ശബരിനാഥന്റെ ഭാര്യ ദിവ്യ എസ് അയ്യർ. അവർ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയെയും ആ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സെക്രട്ടറി KK രാഗേഷിനെ കുറിച്ച്. രാഷ്ട്രീയമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ശബരിനാഥന്റെ പാർട്ടിക്കാർ ശബരിനാഥന്റെ ഭാര്യയെക്കുറിച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? സൈബർ അറ്റാക്കാണ്. എന്തിനു പറയുന്നു? സ്വന്തം പെങ്ങൾ BJPയിൽ പോയപ്പോൾ അവരെ വിമർശിക്കാൻ നാക്ക് പൊന്താത്ത K മുരളീധരൻ വരെ ദിവ്യക്കെതിരെ പറയുന്നു. കോൺഗ്രസ് ഇങ്ങനെയാണ്. എന്നാൽ പിണറായിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. തന്നെ തൻ്റെ പാർട്ടിയെ എന്തും വിളിച്ചു പറഞ്ഞ് വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവിൻ്റെ ഭാര്യയായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് യാതൊരുവിധ പാർഷ്യാലിറ്റിയും പിണറായി കാണിക്കുന്നില്ല. മാത്രമല്ല അവരുടെ കഴിവിനെ അംഗീകരിക്കുകയും കീ പോസ്റ്റുകളിൽ അവരെ നിയമിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ തന്നെ പറയൂ, ആരാണ് ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നത്? വേറെ ഒരാളെ മറക്കാൻ പാടില്ല. ദിവ്യ എസ് അയ്യറിനെ ഈ സൈബർ വേട്ടയ്ക്ക് എറിഞ്ഞു കൊടുത്തൊരാൾ സ്മൃതി പരുത്തിക്കാട്. ദിവ്യ KK രാഗേഷിനെ കുറിച്ച് നല്ലത് പറഞ്ഞ നിമിഷം ചാനലിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് കോൺഗ്രസ് സൈബറുകൾക്ക് മുമ്പിലേക്ക് ദിവ്യയെ വലിച്ചെറിഞ്ഞു കൊടുത്തത് സ്മൃതി പരുത്തിക്കാട് എന്ന സ്ത്രീയാണ്. ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് മാത്രമാണ് ഇതുവരെ ആർക്കും മനസ്സിലാകാത്തത്.